ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ഈസി ഡെസേർട്ട് ഉണ്ടാക്കിയാലോ? അത് നമ്മുടെ ബ്രെഡ് വെച്ചിട്ട്. അതെ, നമുക്കിന്നൊരു കാരമൽ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 4-5 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 വശം നമ്മളൊന്ന് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ആദ്യം ഇടണം. അതിനുശേഷം നമ്മളൊരു 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ട പൊട്ടിച്ച് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1 ഗ്ലാസ് പാലാണ്. അതിനുശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇടണം. നിങ്ങൾക്ക് എന്തോരം മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ഇടാം. ഞാനിവിടെ ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇവിടെ ചേർത്തിരിക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സിന്റെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. ഇനി നമുക്ക് കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 4-5 സ്പൂൺ പഞ്ചസാരയും ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നതോടെ വരെ ഒന്ന് തിളപ്പിക്കണം. അതിനുശേഷം നമ്മൾ ഈ കാരമൽ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യണേ ആ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇതായിരിക്കും നമ്മുടെ ടോപ്പ് ലെയർ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ടോപ്പ് ലെയർ ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സിന്റെ ജാറിൽ അരച്ചു വെച്ചിരിക്കുന്ന ആ മിക്സ് ഒരു അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് അരിച്ചിട്ട് നമ്മൾ ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ ഇവിടെ എല്ലാം അരിച്ച് മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് ഈ ഒരു പാത്രം ഇറക്കി വെക്കുക. പിന്നീട് ഒരു 10-15 മിനിറ്റ് നേരം നമ്മളൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബ്രെഡ് പുഡിംഗ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഇത് കമത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ടോപ്പ് ലെയർ കാരമലായത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള കാരമൽ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡെസേർട്ട് ഐറ്റം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പുഡിംഗ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്കത് മുറിക്കുമ്പോഴേ മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ആണല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് റിയാക്ഷൻ വീഡിയോ കണ്ടു നോക്കൂ. ബൈ.